കാശിയിൽ വരിക എന്നുള്ളതാണ്. ഗംഗയിൽ സ്നാനം ചെയ്യും. ഉഗ്രപ്രതാപിയായിട്ടുള്ള വരവിനെ ഇവിടെ മഹാദേവൻ തൻ്റെ ശൂലം കുത്തി ഉത്തരവാഹിനിയായി തിരിക്കുകയാണ്. ദേവസ്വം ബോർഡുകൾ ഏറ്റെടുക്കുമ്പോൾ അവരുടെ ധർമ്മമാണ് ഇത് വൃത്തിയായിട്ട് നടത്തുക എന്നുള്ളത്. അതിൽ അവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ഭാരതത്തിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വൈദേശിക ആക്രമണം നേരിട്ടുണ്ടോ? അപ്പോഴൊക്കെ ഭാരതത്തെ രക്ഷിച്ചത് ഈ അഗാഢകളും സന്യാസിമാരാണ്. അതായത് ബ്രഹ്മദേവൻ കേരളത്തിൻ്റെയും കേരളീയരുടെയും രക്ഷയ്ക്ക് വേണ്ടി യാഗം നടത്തിയപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനും രാഷ്ട്രത്തെ ശ്രേഷ്ഠമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ അനുഗ്രഹമാവും. നമസ്കാരം. നമ്മൾ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിജിയുടെ കൂടെയാണ്. കാശിയിലാണ്. കാശിയെക്കുറിച്ചും അഖാഡകളെക്കുറിച്ചും കുംഭമേളകളെക്കുറിച്ചൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും മലയാളികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് കാശിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കാശിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ധാരണ വേണം. അതിനെ ഒന്ന് സംസാരിക്കാവോ എന്ന് വെച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്വാമിജി സംസാരിക്കാനും കാശിയിലേക്ക് വരാനും പറഞ്ഞു. അങ്ങനെയാണ് കാശിയിലെത്തിയത്. ഇന്നലെ കാശിയിലെത്തി. കാശിയിൽ സ്വാമിജിയുടെ ആശ്രമത്തിൽ പോയി. ഇന്ന് രാവിലെ നിങ്ങളെ കാശിയെക്കുറിച്ച് പറയുമ്പോൾ കാശി എവിടെയാണോ തുടങ്ങുന്നത് അവിടെ മുതൽ നമുക്ക് തുടങ്ങാം എന്ന് സ്വാമിജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശൂലഖണ്ഡേശ്വർ സുൽത്താങ്കേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. നമുക്കറിയാം കൂടുതൽ കാശിയെക്കുറിച്ചും അഖാഡകളെക്കുറിച്ചും നാഗസന്യാസിമാരെക്കുറിച്ചും കുംഭമേളകളെക്കുറിച്ചും നമ്മൾക്ക് അറിയാത്ത വലിയൊരു ലോകം. അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കൂടുതൽ സ്വാമിജിയിൽ നിന്ന് അറിയാം കാര്യങ്ങളൊക്കെ. സ്വാമിജി നമസ്തേ. നമോനാരായണ. ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ കുംഭമേളയോട് കൂടിയാണ് കേരളത്തിൽ വലിയൊരു തരംഗം അഖാഡകളെ കുറിച്ചും സന്യാസിമാരെ കുറിച്ചൊക്കെ അറിയുന്നത്. മറ്റ് കുംഭമേള എവിടെയോ നടക്കുന്നുണ്ട്, സന്യാസിമാരൊക്കെ കൂടുന്നുണ്ട് അല്ലാതെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുംഭമേളേൻ്റെ ഒരു വ്യാപ്തിയാണെന്ന് തോന്നുന്നു കേരളത്തിലൊരു കുംഭമേള നടക്കാൻ പോവുകയാണ്. ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. കാശിയിൽ അല്ലെങ്കിൽ കാശിയെക്കുറിച്ചും കാശിയിലുള്ള ഈ സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കുംഭമേളയിലേക്ക് പോകാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ സുൽത്താങ്കേശ്വർ എന്ന് അറിയപ്പെടുന്ന സുൽത്താങ്കേശ്വർ മഹാദേവ് മന്ദിർ അത്ര ഒരു ദിവ്യമായിട്ടുള്ള ഭൂമിയാണ്. ഇവിടെ നിന്നാണ് കാശി തുടങ്ങുന്നത് എന്ന് പറയാം. അതായത് ഇവിടെ ഗംഗയെ വളരെ ശക്തിയായൊരു പ്രവാഹമായിട്ട് ഒരുപാട് നദികൾ ചേർന്ന് പ്രയാഗില് ഗംഗയും യമുനയും സരസ്വതിയും എല്ലാം ചേർന്ന് അതിനു മുമ്പ് സരയൂ നദി കാളി നദി നേപ്പാളിൽ നിന്ന് വരുന്ന കാളി നദിയായിട്ട് വരുന്ന സരയൂ നദി അയോധ്യയിൽ ചേർന്ന് അങ്ങനെ എല്ലാം ചേർന്ന് ഇനി കുറച്ച് നദികൾ കൂടി ബീഹാറിൽ ചേരുന്നുണ്ട്. ഗംഗ കൂടുതൽ വലുതാവുന്നുണ്ട്. പക്ഷെ എന്നാലും ഗംഗ അതിൻ്റെ ഒരു പൂർണ്ണ പ്രഭാവത്തിലെത്തുന്നത് പ്രയാഗ് മുതലാണ്. ഉഗ്രപ്രതാപിയായിട്ടുള്ള വരവിനെ ഇവിടെ മഹാദേവൻ തൻ്റെ ശൂലം കുത്തി ഉത്തരവാഹിനിയായി തിരിക്കുകയാണ്. ഇവിടുന്നാണ് വടക്കോട്ട്. അതെ, ഉത്തരവാഹിനിയായി തിരിച്ചപ്പോൾ വരുന്ന സങ്കല്പ പ്രാർത്ഥനയിലൊക്കെ ഉത്തരവാഹിന്യാം എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അതായത് ഉത്തരവാഹിനിയായി തിരിയുന്ന ഗംഗ. അപ്പോൾ എന്നിട്ട് ആ ഗംഗയുടെ ഒഴുക്ക് കുറച്ച് ഇനി ഗംഗ പൂർണ്ണാനുഗ്രഹദായിനിയായിട്ട്, അതായത് അവിടെ മുങ്ങുന്ന സ്നാനം ചെയ്യുന്നവർക്ക്, മൃഗങ്ങൾക്ക്, മനുഷ്യർക്ക് ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, ഒരു പൂർണ്ണാനുഗ്രഹ ഭാവത്തിലാവണം എന്ന് കൽപ്പിച്ചുകൊണ്ട് മഹാദേവൻ ഈ ശൂലത്തിൽ കൂടെ ഉത്തരവാഹിനിയായി തിരിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഒരു മധ്യഭാഗം എന്ന് പറയുന്ന അസ്സി ഘാട്ടാണ്. അവിടെ അസ്സി നദി വന്നു ചേരുകയാണ്. അസ്സി ഘാട്ടിലാണ് ഗംഗാരതിയിലെ സുബഹി ബനാറസ് എന്ന് പറയുന്ന പുലർച്ചെയുള്ള ആരതി ഏറ്റവും വിശേഷമായിട്ട് നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മറ്റുള്ള ഘാട്ടുകൾ, പ്രധാനപ്പെട്ട ഘാട്ടുകൾ തുടങ്ങുകയാണ്. ജൂനാഘാടയുടെയൊക്കെ ആസ്ഥാനമായിട്ടുള്ള ബഡാ ഹനുമാൻ ഘാട്ട്, അത് കഴിഞ്ഞാൽ ഹരിശ്ചന്ദ്ര ഘാട്ട്, ഹരിശ്ചന്ദ്ര മഹാരാജാവ് ശ്മശാനം നോക്കി നടത്തിയിരുന്ന ഹരിശ്ചന്ദ്ര ഘാട്ട് ശ്മശാനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേദാർ ഘാട്ട്, ഗൗരി കേദാരേശ്വര ഘാട്ടം. അത് ദക്ഷിണ ഭാരതത്തിനും പ്രത്യേകിച്ച് മലയാളികൾക്കും ഒക്കെ പഴയ കാലത്ത് തന്നെ ഒരുപാട് ബന്ധമുള്ള ഇതാണ്. അവിടെ കാഞ്ചി, ശൃംഗേരി തുടങ്ങിയിട്ടുള്ള ആശ്രമങ്ങളൊക്കെ അവിടെയാണ്.
കേദാർ ഘാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഒരുപാട് ഘാട്ടുകൾ, അത് ചൗക്കി ഘാട്ട്, നാരദ് ഘാട്ട്, ചൗസത് യോഗിനി ഘാട്ട്, അങ്ങനെ ഒരുപാട് ദേവതകളുടെ ഒരു സാന്നിധ്യം കൊണ്ടുള്ള ഘാട്ടുകൾ. കുറച്ച് കഴിയുമ്പോൾ ദശാശ്വമേധ ഘാട്ട്, അവിടെയാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള ഗംഗാരതി നടക്കുന്നത്. ദശാശ്വമേധ ഘാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഘാട്ടായി. പഴയൊരു കാലത്ത്, അതായത് വലിയ അതിപുരാതനല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗംഗയിൽ സ്നാനം ചെയ്ത് ഗംഗയിൽ നിന്ന് ജലവുമായി ചെന്ന് വിശ്വനാഥനെ അഭിഷേകം ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആചാരം. അത് സാധ്യമാകാത്തൊരു സ്ഥിതിയായിരുന്നു. കാരണം നിരവധി ഗലികളും തകർന്നു കിടക്കുന്ന ഘാട്ടുകളും ഒക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയ വിശാലമായിട്ടുള്ള കോറിഡോർ വന്നതോട് കൂടിയിട്ട് അങ്ങനെ ആ ഘാട്ടിൽ നിന്ന് നേരെ കയറാം. ആ വിശ്വനാഥ ഘാട്ടിൽ നിന്ന് തന്നെ നേരെ തൊട്ടപ്പുറത്താണ് മണികർണിക ഘാട്ട്, ഭാരതത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ശ്മശാന ഭൂമി, ശക്തിപീഠം കൂടിയാണ് ദേവിയുടെ മണിബന്ധം വീണ സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള ഘാട്ടുകൾ കഴിഞ്ഞ് അവസാനം ആദികേശവ ഘാട്ട്, അവിടെയാണ് സൂര്യനും ആദിനാരായണനും പ്രത്യക്ഷമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ആദികേശവ ഘാട്ട്, അവിടെ വാരണാ നദി വന്ന് ഗംഗയിൽ ചേരുകയാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് വാരണാസിക്ക് ഒരു സമാപനമാവുകയാണ്. അപ്പോൾ അവിമുക്തം എന്നുള്ള പേരുണ്ട് വാരണാസിക്ക്, ആനന്ദവനം എന്നുള്ള പേരുണ്ട്, മഹാശ്മശാനം എന്നുള്ള പേരുണ്ട്. വാരണാസി, കാശി, വാരണാസിയുടെ ഒരു ഇംഗ്ലീഷുകാരാണ് ബനാറസ് എന്നാക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ഭൂമി, ഈ വലിയ തപോഭൂമിയുടെ ഒരു അതിരുകൾ എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും ഒരു തുടക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പഴയ കാലം തൊട്ട് തന്നെ കാശിയിൽ വരിക എന്നുള്ളതാണ്, ഗംഗയിൽ സ്നാനം ചെയ്യുക, ദർശനം എവിടെയെങ്കിലും ദർശനം നടത്തുക എന്നുള്ളതല്ല. ഒരുപാട് ദേവതാ സ്ഥാനങ്ങളുണ്ട്, പക്ഷെ കാശിയിൽ എത്തിച്ചേർന്ന് ഗംഗയിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ് കാശി. കാരണം കാശി മുഴുവനായും ഒരു ക്ഷേത്രമാണ്. അതെ, പുരാണ നഗരിയാണ്. അതുമല്ല, ഈ ഭാരതത്തിലെ എല്ലാ സമ്പ്രദായങ്ങളും ഇപ്പോഴും കാശിയിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ നമ്മളെ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച എല്ലാ സമ്പ്രദായങ്ങളും കാശിയിൽ ഗുപ്തമായി എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നു. എല്ലാ സാധനാബന്ധുക്കളും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പോരുന്ന വഴിക്ക് കിനാരാം ബാബയുടെ അഘോരി ആശ്രമം, അങ്ങനെ പഴയ കാലത്ത് ത്രൈലിംഗേശ്വര സ്വാമിജി, ലാഹിരി മഹാശയൻ, അങ്ങനെയുള്ള നിരവധി മഹാത്മാക്കള് പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രയാഗ്രാജ് കുംഭമേളയുടെ ഒരു പ്രത്യേകത, ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളും ഒരു സ്ഥലത്ത് ആ കുംഭമേളയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്നു. എല്ലാ സാധു മഹാത്മാക്കളും എത്തിച്ചേരുന്നു. 60 ലക്ഷത്തോളം സന്യാസിമാരാണ് വരിക. പക്ഷെ അത് സന്യാസിമാരുടെ ഒരു കാര്യമാണ്. കാശിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധനാ പദ്ധതികളും എല്ലാ സന്യാസി പരമ്പരകളും എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത്. രാജാക്കന്മാരൊക്കെ എനിക്ക് തിരുവിതാംകൂർ രാജാവിനും കൊച്ചി രാജാവിനും ഒക്കെ സ്വന്തമായിട്ട് കൊട്ടാരങ്ങളും അതുപോലെ തന്നെ സത്രങ്ങളൊക്കെ. സത്രമാണല്ലോ നമ്മളിപ്പം. അതെ 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 അത് ഈ കാശിയെ സംബന്ധിച്ചിടത്തോളം കാശി രാജാവ് ഏറ്റവും വിദ്വാനായിട്ടുള്ള രാജാവാണ്. നമ്മൾ മറ്റുള്ള രാജാക്കന്മാരെ അപേക്ഷിച്ച് കാശി വിദ്വത് സഭയുടെ അധ്യക്ഷനാണ്. കാശി ചെറിയൊരു രാജ്യമാണ്. നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ കൊടുങ്ങല്ലൂരൊക്കെ പറയുന്നത് പോലെ. അപ്പോ വിദ്വത കൊണ്ടാണ് കാശി രാജസ്ഥാനം. അപ്പൊ ഒരു രാജാവ് സ്ഥാനം ത്യാഗം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത രാജാവ് വരെ വിദ്വതയിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ്യരാണ് ഭാരതത്തിലെ മുഴുവൻ രാജാക്കന്മാരും. അപ്പൊ അതിന്റെ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ നമ്മള് കേരളത്തിലാണെങ്കിൽ ആറാട്ടുപുഴ ഉത്സവത്തിന് വിശ്വനാഥന് പീഠമിട്ട് പൂജയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു ഗോപുരം കാശി രാജാവിന് ഇരിക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരതം മുഴുവൻ ആ ബന്ധമുണ്ട്. കാശി രാജാവിന്റെ സദസ്യരാണ് ഭാരതത്തിലെ മുഴുവൻ രാജാക്കന്മാർ. അപ്പൊ ഈ ആചാര കാര്യങ്ങളില്, മുഹൂർത്ത കാര്യങ്ങളിൽ, ഇതിലൊക്കെ അവസാന വാക്ക് കാശി രാജാവിന്റെയാണ്. അപ്പൊ ഭാരതത്തിന്റെ മൊത്തം ഹിന്ദു ധർമ്മത്തിന്റെ അധ്യക്ഷൻ ആ ഒരു സ്ഥാനം കൂടിയാണ് കാശി രാജാവിനുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ, കൊച്ചിയൊക്കെ ഇവിടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നത്. ആ കൊട്ടാരം പിന്നീട് അതിൻ്റെ ഒരു ഇവിടെ കാശിയിൽ വരുന്ന തീർത്ഥാടകർക്ക് താമസിക്കുന്നതിനുള്ള ഒരു സത്രം ആയി മാറി. അത് സ്വാതന്ത്ര്യാനന്തരം ദേവസ്വം ബോർഡുകളുടെ കയ്യിലെത്തി കഴിഞ്ഞപ്പോൾ തീർത്തും അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയായി. ഏകദേശം തകർന്ന് കെട്ടിടമൊക്കെ നാമാവശേഷമാകുക എന്ന് പറയുന്നൊരു അവസ്ഥയായി. ഒരു 25 കൊല്ലം മുമ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അത് പുതുക്കി പണിതു. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് ഇവിടുത്തെ ഫർദീൻ ഖാൻ എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ കോൺട്രാക്ട് എടുക്കുകയും നിർമ്മാണത്തിൻ്റെ കോൺട്രാക്ട് എടുക്കുകയും അത് തന്നെ ഇപ്പോഴത്തെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള അഴിമതി അതിൽ നടന്നിട്ടുണ്ട് എന്ന് പറയാം. അതുകൂടാതെ അത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തന്നെ പിന്നീട് 25 വർഷം അത് ഈ കോൺട്രാക്ടറുടെ ഗോഡൌണും അദ്ദേഹത്തിന്റെ സാരി വ്യാപാരത്തിന്റെ കേന്ദ്രവും പിന്നെ ഏതെങ്കിലും സീസൺ സമയത്താണെങ്കിൽ ഇവിടെ വന്നു ചേരുന്നവരെ വലിയ രീതിയിലുള്ള ഒരു പണം കൊടുത്ത് താമസിക്കേണ്ട ഒരു സ്ഥലവും ഒക്കെ ആയിട്ട് മാറി. മലയാളികൾക്കോ തീർത്ഥാടകർക്കോ യാതൊരു തരത്തിലുള്ള ഒരു ഉപകാരവും ഇല്ലാത്തൊരു അവസ്ഥയിൽ
അതാണ് പിന്നീട് ഹൈക്കോടതി. ജൂനാഗാഡിൽ അല്ല, അത് ഈ ഒരു ഇപ്പൊ നമ്മള് 20 കൊല്ലമൊക്കെ മുമ്പ് ഇവിടെ വരുന്ന 25 കൊല്ലമൊക്കെ മുമ്പ് വരുമ്പോ ഇവിടുത്തെ കാശി രാജാവിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു മലയാളിയായിരുന്നു. അപ്പൊ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പത്രങ്ങളും കാര്യങ്ങളിലൊക്കെ ഒരു വാർത്ത വരുന്നു ഈ ഇതിന്റെ ശോചനീയ സ്ഥിതിയെ കുറിച്ച്. അപ്പോൾ അന്നത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ നന്നായല്ലോ എന്ന് നമ്മൾ കരുതി. പിന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. 5 or 6 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാശിയിൽ വരുന്ന സമയത്താണ് ആ ഇതിന്റെ ഭാഗത്തുള്ള അത് ഒരുപാട് ആശ്രമങ്ങളുടെയും ഇപ്പോൾ ഞാൻ കാഞ്ചി ശൃംഗേരി ഒക്കെ പറഞ്ഞു, അതൊക്കെ ഈ സ്ഥലത്താണ്, ഈ കേദാർഘാട്ടിനോടടുത്താണ്. അവിടെ കണ്ണപ്പ മഠം, കുമാരസ്വാമി മഠം, അങ്ങനെ ഒരുപാട് ആശ്രമങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ നിങ്ങൾ വാങ്ക് വിളിക്കുന്ന ഒരു സ്ഥലമാക്കിയല്ലോ എന്നുള്ള, അത് പൊതുവെ മലയാളി എല്ലാവരും അത് പറയണല്ലോ, അങ്ങനെയുള്ള ഒരു സ്ഥലമാക്കിയല്ലോ എന്നുള്ള ഒരു വിഷമം അവർ പങ്കുവച്ചു. അത് അന്വേഷിക്കുമ്പോഴാണ് ഇത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇത് ചെന്നുപെട്ടേക്കണേന്ന്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ വേണ്ടത്ര മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അങ്ങനെയുള്ള രീതിയിലാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒത്താശയോട് കൂടിയിട്ട് അയാൾ അത് കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പല ആളുകളോടും സംസാരിച്ചു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടണം. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ടും കേരളത്തിലുള്ള ആളുകൾക്ക് ഇതിൽ അങ്ങനെ ഇടപെടാൻ ഒരു പരിമിതി വന്നു. അപ്പൊ അങ്ങനെ ഇത് നമ്മൾ കാശിയിലൊക്കെ ഉള്ളൊരു കാലത്ത് ഇതിങ്ങനെ കിടങ്ങുന്നതിൽ നമ്മൾ ഒരു ശ്രമവും ചെയ്തില്ല എന്ന് വരരുതല്ലോ എന്നുള്ളതിൽ നമ്മൾ ഹൈക്കോടതി, ദേവസ്വം ഓംബുഡ്സ്മാൻ എന്നുള്ള രീതിയിലൊക്കെ മറ്റ് ചിലരെ കൊണ്ടൊക്കെ ഒരു പരാതി കൊടുപ്പിച്ച് ഒരു കേസ് മൂവ് ചെയ്തു. അങ്ങനെ ആ കേസിന്റെ ഒരു തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് അതിന്റെ നടത്തിപ്പ് നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പൊ നമ്മൾ ആ കുംഭമേളയ്ക്ക് തൊട്ട് മുമ്പാണ് അത് കൈമാറുന്നത്. കുംഭമേളയിൽ വന്ന ഒരുപാട് കേരളത്തിലെ ആളുകൾ ഇവിടെ ഒരുപാട് പേര് താമസിച്ചു. ഇപ്പോഴും അവിടെ നമ്മൾ ഭക്ഷണം, അന്നദാനം നടത്തുന്നുണ്ട്. പല ആളുകളും വരുന്നു, താമസിക്കുന്നുമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു രീതിയിലുള്ള റിനോവേഷനും ഒക്കെ, കാരണം അദ്ദേഹം വളരെ മോശമായി പണിയുകയും മോശമായി കൊണ്ടുനടക്കുകയും ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അതിൽ നല്ല രീതിയിൽ റിനോവേഷൻ നടത്തണം. അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥലവും ഇതുപോലെ തന്നെ ഒരു കയ്യേറ്റം കൊണ്ടും തകർന്നും ഇതായിട്ട് കിടക്കുകയാണ്. അതും ഒരു പുനരുദ്ധരിക്കണമെന്നും എല്ലാ മലയാളികൾക്കും പ്രയോജനപ്പെടും. തിരുവിതാംകൂറിന്റെ ജൂനാഗാഡി കിട്ടിയപ്പം അല്ല, തിരുവിതാംകൂറിന്റെ ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇതിൽ തന്നെയാണ്. പക്ഷെ ആളുകളൊക്കെ അവിടെ കയ്യേറി താമസിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ്. അതിന്റെ ഒരു കേസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ കേസിന്റെ സിവിൽ കേസുകളുടെ നടത്തിപ്പിന്റെ കാര്യമൊക്കെ അറിയാലോ. പക്ഷെ അതിനെ വേറൊരു തരത്തിൽ നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ, കൊച്ചിൻ സത്രത്തിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഒരു സമീപനം ഉണ്ടായാലേ. കാരണം നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ സ്ഥിരക്കാരെന്ന് പറയുന്ന താമസിക്കാൻ ഒഴിയാൻ കൂട്ടാക്കാത്ത ആളുകളൊക്കെ ഇവരുടെ ഭാഗമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർ സ്ഥിരം വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് നമ്മൾ ഇവിടെ കാശിയിലെ സന്യാസിമാർ എന്നുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ തിരുവിതാംകൂറും നമുക്ക് ഇടപെടലുണ്ടായാൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ ആ മാറ്റം വരുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്വന്തം സ്ഥലമുണ്ട്. അതെ അതെ അല്ല, ഇത് ദേവസ്വം ബോർഡുകൾ ഏറ്റെടുക്കുമ്പോൾ അവരുടെ ധർമ്മമാണ് ഇത് വൃത്തിയായിട്ട് നടത്തുക എന്നുള്ളത്. അതിൽ അവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ കാര്യം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലോ. എല്ലാവരുടെയും ഉദ്ദേശം അതിൽ നിന്നെങ്കിലും ഇങ്ങോട്ട് കിട്ടുമെന്ന് നോക്കാൻ ബോധം അല്ലെങ്കിൽ നാളത്തേക്ക് വേണമെന്നുള്ള ചിന്തയല്ല. അതെ 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 അതെ, അങ്ങനെയാണ് അത് വന്നത്. പക്ഷെ ഇപ്പൊ അത് ഈ കൊച്ചിന്റെ സത്രം അത് ഒരു മലയാളികൾക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അന്നദാനം നടത്തുന്നുണ്ട്. ഇനി അവിടെ ശാസ്ത്രപാഠവും പാഠശാലയും ഇപ്പൊ അങ്ങൊക്കെ അവിടെ വന്ന് അതിന്റെ ക്ലാസ്സുകളൊക്കെ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ സംബന്ധിച്ച്. കാശിയിൽ ഒരു സ്ഥലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ്. കാശിയിൽ നമുക്കൊരു സ്ഥലം ഉണ്ട് എന്ന് പറയാൻ ഒരു അഭിമാനമാണ്. അതെ അതെ അതെ. അപ്പൊ അവിടെ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു 2 ദിവസമെങ്കിലും കാശിയിൽ വരണം, കാശിയിൽ വന്നൊന്ന് ഇരിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. കാരണം ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ ഒരു സ്ഥലമാണ് കാശി. അതെ, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയ്ക്ക് കാശിയിൽ നിന്ന് 2 അക്ഷരം പഠിക്കാന്ന് പറഞ്ഞാൽ അതൊരു ലൈഫിൽ കിട്ടുന്ന ഒരു മഹാഭാഗ്യം. അതെ. അപ്പൊ ആ തലത്തിലാണ് നമ്മളും ഈ സ്ഥലത്തൊക്കെ കാണണം, ഉപയോഗിക്കണം, സ്ഥിരമായി ക്ലാസ്സുകൾ നടത്തണം. പക്ഷെ നമുക്ക് അതിനെ കുറച്ചും കൂടി ഒരുപാട് ഒന്ന് നന്നാക്കി എടുക്കേണ്ടതുണ്ട്. എല്ലാവരും കൂടി വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഒരു ആശയമുള്ള എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്കത്. അല്ല, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സമാജത്തിന് അങ്ങനെ ഒരു ഉണർവ് ഇപ്പോഴും ആയിട്ടില്ല. നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കണം, നമ്മുടെ ധാർമ്മികമായ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒറ്റയ്ക്ക് ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലിപ്പോൾ ഉത്തരഭാരതത്തിലേക്ക് ആളുകൾ നമ്മൾ കൈമേയ് മറന്ന് അതിന്റെ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യമല്ലോ, അങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നിട്ടില്ല. അത് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേരുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികം. അല്ല, എനിക്കൊന്ന് അതിന്റെ ഒരു ലക്ഷണമായിട്ടാണെന്ന് തോന്നുന്നു ഈ തിരുനാവായ കുംഭമേള നടക്കുന്നതിനൊക്കെ ചെറുതായ രീതിയിൽ ഒരു തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചതാണെങ്കിലും അത് വളരെ പെട്ടെന്ന് ലോകം ഏറ്റെടുത്തു. വളരെ പെട്ടെന്ന് ഏറ്റെടുത്തു. ഇനിയിപ്പോ നടത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. അല്ല, അതും നമ്മൾ ഓരോ കാര്യത്തിന്റെയും ഒരു കൂടുതൽ പുറകിലേക്ക് അന്വേഷിക്കുമ്പോൾ
എത്രയോ അതിപ്രാചീനമായ കാലം മുതൽ, അതായത് ബ്രഹ്മദേവൻ കേരളത്തിൻ്റെയും കേരളീയരുടെയും രക്ഷയ്ക്ക് വേണ്ടി യാഗം നടത്തിയ ഭൂമി. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുമ്പോൾ അവിടെ കൂടുതൽ പ്രഭാവം അവിടെ വരും. പക്ഷെ ദേശത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയും അഭിവൃദ്ധിക്ക് വേണ്ടിയും യാഗം നടത്തിയ ഭൂമി. ആ ഭൂമിയിൽ അപ്പോൾ സപ്തനദികളും, ഗംഗാജിയുടെ നേതൃത്വത്തിൽ സപ്തനദികളും എല്ലാ പുണ്യതീർത്ഥങ്ങളും അവിടെ സാന്നിധ്യം ചെയ്യുന്നു. ഞങ്ങൾ ഈ യാഗം നടന്ന മാഘമാസം, എല്ലാ മാഘമാസവും ഞങ്ങൾ ഇനി ഇവിടെ എല്ലാ വർഷവും ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുന്നു. ദേവർഷികളും മറ്റ് ദേവതകളും ഒക്കെ എത്തിച്ചേരുന്നു. അവരും ആ ഒരു അനുഗ്രഹം ആ ഭൂമിയിൽ ചൊരിയുന്നു. അപ്പം അത് പഴയ കാലത്ത് ഋഷീശ്വരന്മാര് അവരുടെ തപസ്സുകൊണ്ട് ഇന്ന കാലത്ത് ഇന്ന സ്ഥലത്ത് ഊർജത്തിന്റെ വലിയ പ്രവാഹം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ആ സമയത്ത് എത്തുകയും നമ്മൾ തീർത്ഥസ്നാനം ചെയ്ത് ആധ്യാത്മിക സാധനകളിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ ആ ഊർജം നമ്മളിലേക്ക് നിറയും. അതാണ് ഈ കുംഭമേളകള്, പുഷ്കരം, അതൊക്കെ അതിന്റെ ഒരു പ്രാധാന്യതാണ്. നമ്മൾ സ്നാനം ചെയ്ത് കുറച്ചു നേരം, അതായത് നമുക്ക് എത്രയാ സമയമാണ് പറ്റുക, മാഘം മുഴുവൻ പറ്റുന്നത് അങ്ങനെ. കാരണം മാഘം മുഴുവൻ അത് ചെയ്യുകയാണെങ്കിൽ കൽപ്പവാസം ചെയ്തു, ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം ഒരു ദിവസം തപസ് ചെയ്തതിന്റെ ഫലമാണെന്നുള്ളതാണ്. അല്ല, ഒരു ദിവസമോ ഒരു മണിക്കൂറോ എത്രയാണെങ്കിലും നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ ആ പ്രകൃതി അവിടെ അനുഗ്രഹിച്ച ആ സമയത്ത് ആ സ്ഥലത്ത് നൽകുന്ന വലിയ എനർജി നമ്മളിലൂടെ കടന്നു പോവുകയാണ്. അത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനും രാഷ്ട്രത്തെ ശ്രേഷ്ഠമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഭാരതം ഒരു വ്യക്തിയേക്കാണെങ്കിൽ ഭാരതത്തിന് ഒരു മൂലാധാരം വരുന്നത് കേരളത്തിലാണ്. കാശ്മീരിൽ സഹസ്രാരമായിട്ട് വരുമ്പോ അവിടെ ഒരു ചലനം ഉണ്ടാവുക എന്നാണ് ഭാരതത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന ഒരു ചലനമായിട്ട് അത് വരും. അത് മാത്രമല്ല, ഇത് നമ്മൾ ഇതിന്റെ വേറൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു മുഗൾ ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിലാണ് ഇത്തരം ഇതൊക്കെ വലിയ വെല്ലുവിളികൾ നേരിട്ടത്. പ്രയാഗ്രാജ് കുംഭമേളയിലാണെങ്കിൽ അന്ന് ടാക്സ് ചുമത്തിയത് 3 രൂപയാണ് കുളിക്കാൻ. എൻ്റെ അഖാഡയിലെ സന്യാസിമാരും ഈ മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ട് വലിയ യുദ്ധം ഉണ്ടായി ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ജസിയ അങ്ങനെയുള്ള നികുതികളൊക്കെ പോലെ സ്നാനം ചെയ്യാൻ 3 രൂപ, കുളിക്കാൻ അന്നത്തെ 3 രൂപ, ഇന്നത്തെ 3 രൂപ, അന്നത്തെ 3 രൂപ. അതെ 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 അതെ, അതാണ് 25 ലക്ഷം സന്യാസിമാർ. അതാണ് സ്നാനത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യുന്നത്. അത് അന്ന് വലിയ യുദ്ധം ചെയ്തിട്ടാണ് അവിടെ കുളിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ കുംഭമേള എന്ന് പറയാവുന്ന ഈ മാഘ മഹോത്സവത്തെ ഇല്ലാതാക്കിയത്, നിർത്തി, അവര് അവസാനിപ്പിച്ചു. അപ്പൊ അങ്ങനെ പിന്നെ അതിനെ ഇപ്പോ, അതായത് ഈ പുതിയ കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഉണർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചരിത്ര സ്മാരകങ്ങളെ വളച്ചൊടിച്ചും, ഇതൊരു വ്യാപാരമേളയായിരുന്നു, അത് സമുദ്രിപ്പാടും വള്ളുവക്കോനാഥനും തമ്മിലുള്ള യുദ്ധമായിരുന്നു, ഒരു മാമാങ്കത്തിന്റെ പശ്ചാത്തലമായിരുന്നു. അതെ, അത് ഈ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ട പോലുണ്ടായി, അതാണ് തൃശ്ശൂർ പൂരം എന്നോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പൂര എക്സിബിഷനാണ് തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത്. അതൊരു ധാർമ്മിക സംഗമമായിരുന്നു. ഹിന്ദു ധർമാധ്യക്ഷന്മാരായിരുന്നു പഴയ കേരള രാജാക്കന്മാരെന്നുള്ളത് കൊണ്ട് അവരെ തെരഞ്ഞെടുത്തിരുന്ന 12 വർഷം കൂടുമ്പോൾ, അത് പുഷ്കരം എന്ന് പറയുന്ന ഒരു വിശേഷം കൂടി തീർത്ഥസ്നാനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു മഹാത്മാവ് ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വരം വാങ്ങിയത് പുണ്യനദികൾക്ക് കൂടുതൽ ശക്തി കൊടുക്കാനാണ്. അപ്പൊ അദ്ദേഹം സ്നാനം ചെയ്താൽ നദികൾ കൂടുതൽ അനുഗ്രഹദായികളായിട്ട് മാറുന്നതാണ്. അപ്പൊ അതിനിപ്പോ വ്യാഴം അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കൂടെ പോന്നോളൂ, ഞാൻ ഓരോ നദിയുടെയും രാശിയിലെത്തുമ്പോൾ അങ്ങ് അവിടെ സാന്നിധ്യം ചെയ്തോളൂ എന്ന്. അപ്പൊ അങ്ങനെ 12 വർഷം കൂടുമ്പോൾ ഭാരതത്തിലെ എല്ലാ പുണ്യതീർത്ഥങ്ങളിലും പുഷ്കരം നടക്കും. അത് ഭാരതപ്പുഴയിലെ സിംഹം രാശിയാണ്. അപ്പൊ വ്യാഴം സിംഹം രാശിയിലെത്തുന്നത് ഉജ്ജയിൻ സിംഹസ്ഥ കുംഭ്, അത് രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പൊ ആ സമയത്താണ്. അപ്പൊ ആ സമയത്ത് വിശേഷമായിട്ട് ആ 12 വർഷം കൂടുമ്പോഴാണ് ഈ പെരുമാക്കന്മാരെ തെരഞ്ഞെടുക്കുക. അതിനുശേഷം കൊച്ചി രാജാവിലേക്ക് വന്നു. അപ്പോഴൊക്കെ ഈ ഹിന്ദു ധർമാധ്യക്ഷ സ്ഥാനമായിട്ടുള്ള കേരള രാജാവിനെ വാഴിക്കുന്നത് ഈ മഹാമാഘത്തിലാണ്. ഇപ്പൊ തിരുവിതാംകൂറും എല്ലാ രാജവംശത്തിനും അവിടെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് അവിടുത്തെ ക്ഷേത്രത്തിലെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഏതൊരു പ്രശ്ന വിചാരത്തിക്കൂടെ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നും വന്ന് അവിടെ എന്തോ കാര്യങ്ങൾ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒരു അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ വലിയ ഒരു പൗരാണികതയും ചരിത്രവും ധർമ്മവും ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുംഭമേളയോട് കൂടിയാണ് ഈ ഒരു വലിയ, പക്ഷെ അതുവരെയുള്ള കുംഭമേള പോലെ അല്ല, ലോകം മുഴുവൻ വന്നിരുന്ന, അതുവരെ സന്യാസിമാർ മാത്രം പങ്കെടുത്തിരുന്നാൽ കോടിക്കണക്കിന് ആൾക്കാർ വന്നൊരു കുംഭമേളയാണ്. കുറച്ചുകൂടി ജനകീയമായി തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ കുംഭമേളയിൽ വന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു മോശമാണ് എന്ന് ചിന്തിച്ചിട്ട് വരുന്ന ആൾക്കാർ പോലും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായി. അതായത് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, സ്വാമിജി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നാട്ടിലെല്ലാവരും ചോദിക്കുകയാണ് കുംഭമേളയ്ക്ക് പോയില്ലേ എന്ന്. ഇവിടെ വരാതിരുന്ന അവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി, അതുകൊണ്ട് ഓടി വന്നതാണ്. ഇത് എന്താ കാര്യം? എനിക്ക് തോന്നാ ഈ കേരളത്തിലേക്ക് ഒരു കുംഭമേളനെ കൊണ്ടുവരുന്നതിൽ
ഞാൻ ഏറ്റവും ഒരുപാട് ആഗ്രഹിച്ചത് ഒരു അഖാഡ കേരളത്തിൽ വരണം എന്നുള്ളായിരുന്നു. ഹരിദ്വാർ കുംഭമേളയിൽ നമ്മളങ്ങനെ ഒരു അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് നമ്മൾ തന്നെ ഒരുപാട് ശ്രമങ്ങൾ അഖാഡയ്ക്കൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു കുംഭമേളയോടുകൂടി കേരളത്തിലൊരു അഖാഡ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് വരുമോ? അങ്ങനെ അല്ല, അതിൽ നമുക്ക് അഖാഡയെ സംബന്ധിച്ചിടത്തോളം അഖാഡ വരുന്നതിൻ്റെ ആലോചനകളുടെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഈ കുംഭമേളയിൽ നമുക്ക് മഹാമണ്ഡലേശ്വരം എന്നുള്ളൊരു നിയോഗം വന്നതും എല്ലാ കാര്യങ്ങളും ഒക്കെ വന്നതും ഒക്കെ. അപ്പം അഖാഡ അതിന് ഹരിദ്വാർ കുംഭമേള തൊട്ട് അതിൻ്റെ ആലോചനകളിലുണ്ട്. കാരണം ദക്ഷിണ ഭാരതം ഇപ്പൊ ധർമ്മത്തിന് വലിയ രീതിയിലുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന തീരുമാനം. അതെ, അപ്പൊ അങ്ങനെയുള്ളൊരു ഇതില് അഖാഡകളുടെ ഒരു സാന്നിധ്യവും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സമാജത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അത് അവിടെ ആവശ്യമാണ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സന്യാസിമാർക്ക് ഇരിക്കാനും അവർക്ക് പരിപ്രചനം ചെയ്യാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥലം നമുക്ക് രൂപപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ അവിടെ അഖാഡ വരും. ആ ഒരു പരിമിതി മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ളൂ. അതിപ്പോൾ സമാജത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ളൊരു അതിനു വേണ്ടിയിട്ടുള്ളൊരു സമീപനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഖാഡ വരും. ഈ പണ്ട് കാലങ്ങളിൽ നോർത്തിലൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും അഖാഡ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാം. കേരളത്തിലേക്ക് അന്ന് പണ്ട് കാലത്തൊന്നും അഖാഡ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അഖാഡകളുടെ ആവശ്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണോ, അല്ല അന്ന് അവിടേക്ക് എത്തിപ്പെടാത്തതുകൊണ്ടാണോ? പുരാതന കാലത്തുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അതിപുരാതനമായിട്ട് ജൂന അഖാഡയുടെ രേഖകളിലൊക്കെ രാമേശ്വരത്തും ദക്ഷിണത്തിലും ഒക്കെ അഖാഡകളുടെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഇതുണ്ട്. അഖാഡയുടെ ശാഖകൾ തന്നെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഇതുണ്ട്. പക്ഷേ പിന്നീട് ഓരോ കുംഭമേള കഴിയുമ്പോഴും ഈ ഉത്തര ഭാരതത്തിൽ മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ആക്രമണം ധർമ്മത്തിന് വേണ്ടി വളരെ ശക്തമായി കഴിഞ്ഞപ്പോൾ അത് അവരൊരു കുംഭമേള കഴിഞ്ഞാൽ ഉടനെ അവിടെ ആക്രമണം നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും ചേർന്ന് പോയി. ദക്ഷിണ ഭാരതത്തിൽ പൊതുവിൽ ഉത്തര ഭാരതത്തിലുള്ള പോലെ ദീർഘകാലമായിട്ടുള്ള യുദ്ധങ്ങൾ ആകെ കേരളത്തിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം കേരളത്തിലും ഇവിടെയും, പിന്നെ മലബാർ ഹിന്ദു കൂട്ടക്കൊല, ഈ ഖിലാഫത്തിന്റെ പേരിലൊക്കെ നടന്ന ഹിന്ദു കൂട്ടക്കൊല, ഇങ്ങനെയുള്ള അത് കുറച്ച് കാലം മാത്രം, ഒരു മാസം പോലും കഷ്ടി എന്ന് പറയുന്ന രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം അതുകൊണ്ട് അവിടേക്ക് ആ ഒരു സാന്നിധ്യം വളരെ കുറഞ്ഞ് നാമാവശേഷമായി ഇല്ലാതായി തീർന്നു എന്നുള്ളത്. കൂടുതലും ആൾക്കാർ ശ്രദ്ധ ഇവിടേക്കൊക്കെ വന്നു. ഇവിടെ നിരന്തരമായിട്ട് ദീർഘകാലം, അതായത് ബാബർ, അതിനു മുമ്പുള്ളവര്, അതിനുശേഷം എല്ലാവരും അത് നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങളായിരുന്നു. ഇപ്പോൾ ഇതേപോലൊരു കുംഭ് ബംഗാളിലൊരു ത്രിവേണി സംഗമമുണ്ട് ഹൂഗ്ലി ആ ഭാഗത്ത്. അപ്പൊ അവിടെ നടന്നിരുന്നത് അവിടുത്തെ മഹാമണ്ഡലേശ്വര്, അതിന് നേതൃത്വം നൽകിയിരുന്ന മഹാമണ്ഡലേശ്വര് ഈ ഇസ്ലാം ആക്രമണകാരികൾ കൊന്നിട്ടാണ് അത് നിന്നുപോയത്. അപ്പൊ അതിപ്പോ വീണ്ടും ഒരു 4-5 വർഷമായിട്ട് ചെറിയ രീതിയിൽ അവിടുത്തെ ആളുകൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ കഴിഞ്ഞ ദിവസം അവരുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഈ കേരളവും കാശ്മീരും നമ്മുടെ ബംഗാളും ചേർത്തുകൊണ്ട്, ഈ 3 ഇതും കൂടി ചേർത്തുകൊണ്ട് ഒരു ശക്തി കുംഭ് എന്നുള്ള രീതിയിൽ ആ ഒരു ട്രയാങ്കിളിനെ, പഴയ കാലത്തെ ശക്തിയാണല്ലോ, ഭാരതത്തിന്റെ ശക്തിയാണല്ലോ ഈ 3 ബിന്ദുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ഒരു സംഭാഷണം ഉണ്ടായി. എന്തായാലും കേരളത്തിലെ കുംഭമേള കേരളത്തിന്റെ ഒരു അടുത്തൊരു ഫേസിലേക്കുള്ള, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു വലിയ, അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമാവും എന്ന് വിചാരിക്കുന്നത്. അതായത് കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഈ ധാർമ്മികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള വലിയൊരു സംഗമം, വലിയൊരു ഊർജം നമ്മൾ സംഭരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ധർമ്മത്തിന്റെ ഒരു ശക്തി കാണിക്കലും കൂടിയാണ്. ഇത്രയധികം പേര്, എന്തുകൊണ്ടാണ് കുംഭമേളയ്ക്കെതിരെ ഇത്രയും അധിക്ഷേപങ്ങൾ പല അധർമ്മികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ചോദിച്ചാൽ പേടിച്ചിട്ടാണ്. കാരണം ഒരു സൗകര്യവും ഇല്ലാതെ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും, ഇപ്പം അങ്ങനെയൊക്കെ തന്നെ ശിഷ്യന്മാര് അമേരിക്കയിൽ നിന്നും ഒക്കെ നേരെ ഇവിടെ വന്ന് കുളിച്ച് തിരിച്ചു പോയ ആളുകൾ ധാരാളം പേരുണ്ട്. അപ്പോ അവരിങ്ങനെ വരുന്നു, ഒരു ഇതുമില്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുളിച്ചു, സന്യാസിമാരെ നമസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നു. അത് ഒരു ദിവസമോ 2 ദിവസമൊക്കെ ബ്ലോക്കിൽ കുടുങ്ങിക്കിടന്നിട്ടും 40 കിലോമീറ്റർ നടന്നിട്ടും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത് വലിയൊരു ഭയം അധർമ്മികളുടെ ഇടയിൽ ഉണ്ടാക്കി. എത്രയൊക്കെ ശ്രമിച്ചാലും ഇത് കൂടുമല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന്. കാരണം കഴിഞ്ഞ അർദ്ധകുംഭിന് വന്നത് ഏകദാണ്ട് 22-25 കോടി ആളുകളായിരുന്നു. അത് ഇരട്ടിയിൽ കൂടുതലാവുകയാണ് ഇത്തവണ ചെയ്തത്. അതിന് മുമ്പത്തെ കുംഭിൽ 14 കോടി ആളുകളായിരുന്നു. 12 വർഷം മുമ്പത്തെ പ്രയാഗ്രാജ് കുംഭിൽ 12-14. കാരണം ഇതൊക്കെ സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ടാണ് ഇപ്പോൾ കണക്കെടുപ്പ് നടക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് പ്രോഗ്രാം കൃത്യമായ വ്യവസ്ഥ ഉള്ള ഒരു സ്ഥലം. ഈ പ്രാവശ്യത്തെ കുംഭമേളയൊക്കെ പറഞ്ഞാൽ
അതിമനോഹരമായ അതെ വ്യവസ്ഥ. അതെ അതെ അതായത് ഒരു പരാതിയും പറയാനില്ലാത്ത തരത്തില് ഇത്രയും ആൾക്കാർ, നമുക്കൊരു 100 പേര് പങ്കെടുക്കുന്ന പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ ഒരു വലിയ ശ്രമം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ വലിയൊരു ഒരു എന്താ പറയുക പ്രയത്നം ആവശ്യമുണ്ട്. ഇവിടെ സന്യാസിമാര് ചേർന്ന് നടത്തുന്ന ഒരു ഇത്രയും വലിയൊരു കാര്യം നടത്താൻ സന്യാസിമാരങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ് വരുന്നൊരു കാര്യം അതാണ്. ഈ നാഗസന്യാസിമാർ അല്ലെങ്കിൽ അഘാടകൾ എന്താണ് എന്ന് സാധാരണക്കാർക്ക് ഇപ്പോഴും അറിയില്ല. ഇവരേതോ ഹിമാലയത്തിലിരിക്കുന്ന സന്യാസിമാരാണ് എന്നാണ് എപ്പോഴും ചിന്തിച്ചത്. ഭാരതത്തിന് എപ്പോഴൊക്കെ ഭാരതത്തിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വൈദേശിക ആക്രമണം നേരിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭാരതത്തെ രക്ഷിച്ചത് ഈ അഘാടകളും സന്യാസിമാരാണ് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഭാരതത്തിന്റെ ഒരു പാരലൽ മിലിറ്ററി ആയിരുന്നു ഒരു കാലത്ത്. അതെ അതെ അല്ല ഇപ്പോഴും ആ സംവിധാനം അതുപോലെ തന്നെ തുടങ്ങും. ഇപ്പൊ ചൈന യുദ്ധത്തിലടക്കം ഹിമാലയത്തിലുള്ള അഖാഡകളുടെ സന്യാസിമാര്, അതായത് ഈ സന്യാസിമാരുടെ ഒരു സൈന്യ വിഭാഗമാണ് അഖാഡ എന്ന് പറയുന്നത്. അവര് ഉത്തര ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും ഉണ്ട്. ഓരോ ഗ്രാമത്തിലും അവിടെയുള്ള ഒരു ബാബയുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ സമാജം മുഴുവൻ നിൽക്കുന്നത്. അവിടെ ക്ഷേത്രത്തിലല്ല പോവുക, ആശ്രമത്തിലാണ് ആദ്യം പോവുക. കുടുംബത്തിലൊരു ചടങ്ങുണ്ടെങ്കിൽ, വിവാഹം ഉണ്ടെങ്കിൽ അതിന്റെ തലേന്ന് അതിനു മുമ്പോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടോ ആചാര്യന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പാദ നമസ്കാരം ചെയ്ത് പാദപൂജ ചെയ്ത് ഭക്ഷണം കൊടുത്ത് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കും. കുട്ടി ജനിച്ചാൽ വാങ്ങിക്കും, പുതിയൊരു കട തുടങ്ങാൻ വാങ്ങിക്കും, ജോലി കിട്ടുമ്പോൾ വാങ്ങിക്കും. ഇപ്പോഴൊക്കെ ആചാര്യന്മാരെ ഗൃഹത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പൂജിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിക്കും. ഓരോ ചടങ്ങിനും ആശ്രമത്തിൽ പോയി സേവ ചെയ്യും, കുട്ടികളെ അത് പരിചയപ്പെടുത്തും. ആ ഒരു സംസ്കാരത്തെ ധർമ്മപ്രചരണവും ധർമ്മ സംരക്ഷണവും ഇത് രണ്ടുമാണ് അഖാഡകളുടെ ധർമ്മം. അപ്പൊ അത് ഉത്തര ഭാരതത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ഈ ബാബമാരിരുന്ന്, അപ്പൊ അവർക്ക് അതിന് വേണ്ട എല്ലാ വ്യവസ്ഥയും. നമ്മള് ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മളൊരു ഭക്ഷണം കഴിക്കണം, അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ അവർ ചോദിക്കും ഭിക്ഷ ചെയ്യട്ടെ മഹാരാജ് എന്ന് പറഞ്ഞിട്ട് വന്ന് വരും. അങ്ങനെയല്ല, നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരവിടെ ഭിക്ഷ മഹാരാജ് എന്ന് പറയും. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാ വ്യവസ്ഥയും അവർ ഒരുക്കി തരും. സ്ഥലം, ആശ്രമം, എല്ലാ കാര്യവും അവർ ഒരുക്കി തരും. ആ ഒരു സംസ്കാരമല്ല, അതെ, ആ ഒരു സംസ്കാരമാണ് ഇനി കേരളത്തിലേക്ക് വരേണ്ടത്. തീർച്ചയായിട്ടും അതെ. ഒരു എന്തായാലും ഈ കുംഭമേളയോട് കൂടി അങ്ങനത്തെ ഒരു സംസ്കാരം വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വന്നേ പറ്റൂ, ഇനി സമയമല്ല. അപ്പം ഈ കുംഭമേളയുടെ കാര്യം നമ്മൾ വളരെ ചെറുതായി ഒന്ന് തുടങ്ങി വെക്കാൻ, അവരവിടെ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഒരു നദീപൂജയും ഗണപതി ഹോമവും കാര്യങ്ങളും കുറച്ച് പൂജകളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി ഒന്ന് ചിട്ടയാക്കി നമുക്കൊരു കുംഭമേളയ്ക്കുള്ള യാത്ര തുടങ്ങാന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ അപ്പോഴേക്കും വന്ന വാർത്തകൾ, ആ വാർത്തകൾക്ക് ജനങ്ങളിൽ നിന്ന് വന്ന പ്രതികരണം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ സത്യത്തിൽ ആ കുംഭമേളയ്ക്ക് കാത്തിരിക്കാന്നുള്ള അവസ്ഥയിലേക്കാണ് വരുന്നത്. വലിയ രീതിയിൽ ആദ്യം തന്നെ വലിയ രീതിയിലേക്ക് വലിയ ശ്രദ്ധ നേടുന്ന ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാമിജി, പ്രയാഗ്രാജ് കുംഭമേള അത് വളരെ വലിയൊരു സക്സസ്ഫുൾ ആയിരുന്നു. ഇത്രയും കോടി ആൾക്കാർ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ. അതിൻ്റെ ഓർഗനൈസൽ അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ചാൽ വലിയൊരു ഭാഗം, അല്ലെങ്കിൽ വലിയൊരു, എനിക്കറിയാം ആ ഒരു 5-6 മാസം അങ്ങയുടെ യാത്രയും അതിന് വേണ്ടിയുള്ള ശ്രദ്ധയൊക്കെ, ആ ഒരു പരിചയം അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം തന്നെയായിരിക്കും നമ്മൾ കേരളത്തിലും കൊണ്ടുവരുന്നത്. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ കേരളത്തിലെ കുംഭമേളയിൽ ഉണ്ടാകുന്നത്? ഇതേപോലെ തന്നെയാണോ പ്രയാഗ്രാജിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നടക്കുന്ന കുംഭമേളകളെ പോലെ തന്നെയാണോ അടുത്ത കുംഭമേള നടക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എത്ര ദിവസമായിട്ടാണ്? ഒന്ന് തുടക്കം എന്നുള്ള നിലയിലുള്ള എല്ലാ പരിമിതികളും അവിടെ ഉണ്ട്. രണ്ടാമത് കേരളത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ പരിചയമില്ലാത്തതിൻ്റെ പരിമിതികളും അവിടെയുണ്ട്. ഈ രണ്ട് പരിമിതികളും മുൻനിർത്തിക്കൊണ്ട് അപ്പം മാഘമാസം, ഇപ്പം പ്രയാഗ്രാജ് കുംഭമേളയാണെങ്കിലും ഇപ്പം പ്രയാഗ്രാജിൽ ഇപ്പോൾ ഇനി എല്ലാ വർഷവും നടക്കുന്ന മാഘമേള, ഈ വർഷം അത് മഹാമാഘമാണ്. അത് പല തരത്തിലുള്ള പ്ലാനറ്ററി പൊസിഷൻസിൻ്റെ പ്രത്യേകതകൾ ഇത്തവണത്തെ ഈ മാഘമാസത്തിനുണ്ട്. അപ്പോൾ ആ മഹാമാഘവും എല്ലാം നടക്കുന്നത് ജനുവരി 3 തൊട്ട് ശിവരാത്രി വരെയാണ്. അതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ മാഘമാസം, അതായത് ഹിന്ദു കലണ്ടർ 2 തരത്തിലുള്ള കാലഗണന പരമ്പരകൾ നോക്കുന്നുണ്ട്, പൂർണിമാന്തമായിട്ടും അമാന്തമായിട്ടും. അമാവാസിയിൽ അവസാനിക്കുക അല്ലെങ്കിൽ പൂർണിമയിൽ അവസാനിക്കുക. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്തിട്ട് പൂർണിമയിൽ അവസാനിക്കുന്നവർക്ക് പൗഷപൂർണിമ തൊട്ട് മാഘപൂർണിമ വരെ, അമാവാസി അവസാനിക്കുന്നവർക്ക് മൗനി അമാവാസി തൊട്ട് ശിവരാത്രി വരെ. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ 1.5 മാസം അവിടെ പ്രയാഗിലെ കുംഭമേളയും മാഘമേളയും ഒക്കെ നടക്കുക. അപ്പം അതിൻ്റെ സമയം ഇതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നിളാതീരത്ത് വന്ന് സ്നാനം ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആധ്യാത്മിക സാധനയിൽ ഏർപ്പെടുന്നത് ഏറ്റവും വിശിഷ്ടമാണ്. എല്ലാവരും അത് ചെയ്യണം. ആ സമയം തൊട്ട് ഈ സമയം വരെയുള്ള സമയത്ത് അത് ഒരേ തുല്യ പ്രാധാന്യമാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ജനങ്ങളോട് പറയാനുള്ളത്. എന്ത് ചെയ്യണം?
കേരളത്തിലെ കുംഭമേളയിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജനുവരി 3-ന് മാഘം തുടങ്ങും, പൗഷ പൗർണിമ തൊട്ട് ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ സൗകര്യപ്പെടുന്ന ദിവസം നിളാനദിയിൽ വരിക, സ്നാനം ചെയ്യുക, ജപമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുക, അവിടെ ദർശനം നടത്തുക എന്നുള്ളത്. ഈ ജപത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ തുടക്കം എന്നുള്ള നിലയിൽ ഒരു മഹാസങ്കല്പം ഇവിടുത്തെ സമാജത്തിനോട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് നാരായണ ജപമാണ്. തിരുനാവായ വൈഷ്ണവ ദിവ്യദേശമാണ് കേരളത്തിലെ, നവാമുകുന്ദന്റെ മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജനുവരി 3 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള ഒരു സമയത്ത് എല്ലാ ദിവസവും വീട്ടില് ഒരു വിളക്ക് കത്തിച്ച് ആ ഭഗവാന് ഇത് സമർപ്പിക്കുന്നു. ഈ സ്വന്തം അഭിവൃദ്ധിക്കും ദേശത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു എന്നുള്ളതിൽ എത്ര ഉരുവാണോ അത്ര ഉരു പറ്റുന്നത് അഷ്ടാക്ഷരി ജപിച്ച് സമർപ്പിക്കുക എന്ന് പറയുന്നൊരു ഇത്. ഒപ്പം ഈ കുംഭമേള, കേരളത്തിന്റെ കുംഭമേളയായിട്ടുള്ള മഹാമാഘ മഹോത്സവം അവിടെ നമ്മൾ നടത്തുന്ന ഒരു സമയം, നേരത്തെ ഞാൻ ആ പറഞ്ഞതിൽ 2 പരമ്പരയിലും ഒരുമിച്ച് വരുന്ന മൗനി അമാവാസി തൊട്ട് മാഘപൂർണിമ, അതിൽ മകൻ നക്ഷത്രമാണ് മാഘമാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം. മകൻ നക്ഷത്രം തൊട്ടടുത്ത ദിവസമാണ് ഫെബ്രുവരി 3 വരെ. അപ്പം ജനുവരി 18 തൊട്ട് ഫെബ്രുവരി 3 വരെയുള്ള സമയത്താണ് അവിടെ നമ്മുടെ ആഘോഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തവണ ആലോചിച്ചിട്ടുള്ളത്. അപ്പം ആ സമയത്ത് അവിടെ അഖണ്ഡമായിട്ട് നവകോടി നാരായണ ജപം, അഷ്ടാക്ഷരി ജപം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം ആ സമയത്ത് വരുന്ന ആളുകൾ സ്നാനം കഴിഞ്ഞ് ഈ ജപത്തിൽ അവിടെ ജപം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും ആ ജപത്തിൽ പങ്കുചേരുക, അഷ്ടാക്ഷരി ജപിച്ചുകൊണ്ട് ആ ജപത്തിൽ പങ്കുചേരുക. അത് നവകോടി നാരായണ ജപം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അതെല്ലാവരും ചേർന്ന് വരുമ്പോൾ അതൊക്കെ കവിഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് കുംഭമേളയിൽ സ്നാനം ചെയ്യുക, അവിടെ മഹാത്മാക്കൾ ഉണ്ടാവും, മഹാത്മാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കുക, ദേവതാ ദർശനം നടത്തുക, ഈ നാരായണ ജപത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. ഭാരതത്തിലെ എല്ലാ അഖാഡയിലുള്ള സന്യാസിമാരെ പങ്കെടുപ്പിക്കുന്നുണ്ടോ അതിലേക്ക്? ആ രീതിയിലുള്ള ഒരു ആലോചനയാണ് നമ്മൾ നടത്തുന്നത്. അത് പ്രയാഗ്രാജ് കുംഭമേളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5 മാസവും അവർ ടെന്റ് അടിച്ച് അവിടെ താമസിക്കുക എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ തുടക്കം എന്നുള്ള നിലയിൽ അവിടെ താമസിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ആലോചിക്കുന്നില്ല. അവരെല്ലാവരും വന്നു പോവുക എന്നുള്ള രീതിയിൽ, ജനങ്ങളാണെങ്കിലും സന്യാസിമാരാണെങ്കിലും ഒക്കെ വന്നു പോവുക എന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഏതെങ്കിലും അഖാഡകളിൽ സാധുസന്ത് മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ, അത് തന്നെ ഓരോ ദിവസത്തെയും സ്നാനം കേരളത്തിലെ ഓരോ ആചാര്യ പരമ്പരയുടെയും നേതൃത്വത്തിൽ. ഇപ്പൊ ശിവഗിരി മഠം, തീർത്ഥപാദാശ്രമം, അതിലെ സച്ചിദാനന്ദ സ്വാമിജിയും പ്രജ്ഞാനാനന്ദ സ്വാമിജി അങ്ങനെയുള്ള മഹാത്മാക്കളൊക്കെ ഇതിന്റെ ഗുരുമണ്ഡലത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ചിട്ട് ഒരു ദിവസം നിശ്ചയിച്ചിട്ട് അവർ അതിന് നേതൃത്വം നൽകാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ആ സ്നാനങ്ങൾ നടക്കും. അമൃതാനന്ദമയ്യമ്മ അതിൻ്റെ ഒരു മുഖ്യ രക്ഷാധികാരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാ ആചാര്യ പരമ്പരയുടെയും ഒരു അനുഗ്രഹത്തോടു കൂടിയും അവരുടെ ആചാര്യത്വത്തിലുമാണ് നമ്മൾ അവിടുത്തെ സ്നാനം നടക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും സ്നാനത്തിന് വന്ന് ആ സ്നാനം ചെയ്ത് ഒരു ചെറിയ സത്സംഗം, ആ സത്സംഗം കഴിഞ്ഞിട്ടുള്ള കാര്യക്രമമാണ്. ഒപ്പം അവിടെ ഈ സമയം വലിയ വിശേഷപ്പെട്ട തിഥികളുള്ളതാണ്. അതായത് ഗണേശ ജയന്തി എല്ലാ ദിവസവും, വസന്ത പഞ്ചമി, കാർത്തികേയ പ്രാധാന്യമായിട്ടുള്ള ഷഷ്ടി, രഥസപ്തമി, സൂര്യൻ ഏറ്റവും വിശേഷപ്പെട്ട, ഭീഷ്മാഷ്ടമി, വിഷ്ണു സഹസ്രനാമം അവതാരം ചെയ്ത ദിവസം. പിന്നെ ഇതൊരു ഗുപ്ത നവരാത്രി, അതായത് ഭാരതത്തിലെ സാധനയ്ക്ക് വിശേഷമായിട്ട് 4 നവരാത്രികളിൽ 2 ഗുപ്ത നവരാത്രി. അതിൽ ആദ്യത്തെ മാഘഗുപ്ത നവരാത്രി ദശമഹാവിദ്യയെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നവരാത്രിയാണ്. അപ്പൊ ആ നവരാത്രി ഈ 18 കഴിഞ്ഞാൽ തുടങ്ങുകയാണ്, മൗനി അമാവാസി കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. അപ്പോ അതിന്റെ 3 ദിവസം അതിന്റെ നവമി മഹാനന്ദ നവമിയാണ്, പിന്നെ വിജയദശമിയാണ്, അത് കഴിഞ്ഞാൽ ജയ ഏകാദശിയാണ്. അപ്പൊ അങ്ങനെ ഓരോ തിഥിയും വിശേഷപ്പെട്ടതാണ്. അപ്പൊ ആ വിശേഷപ്പെട്ട തിഥികളിൽ അതാത് ദേവതയുടെ ഊർജത്തെ അവിടെ വരുന്ന ആളുകളിലേക്ക് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സവിശേഷമായിട്ടുള്ള നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൽ കേരളത്തിലെ എല്ലാ പരമ്പരകളെയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓരോ പരമ്പരയും അതാത് ദേവത വിശേഷമായിട്ടുള്ള പരമ്പരകൾ അന്നത്തെ ദിവസം ആ അർച്ചന ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പം അതാത് ദിവസങ്ങളിൽ വരുന്നവർക്ക് അതിൻ്റെ ഭാഗമാകാം. അത് ആ ദേവത, അന്ന് ഏറ്റവും പ്രഭാവമായിട്ടുള്ള ആ ദേവതയെ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് അവിടെ വരുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. ഒപ്പം ദേശരക്ഷയും സമാജത്തിൻ്റെ മൊത്തത്തിലുള്ള അഭിവൃദ്ധിയും കൂടി ചേർന്നിട്ട് ഈ മകം. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം ഈ ഭാരതപ്പുഴ, ഞാൻ നേരത്തെ സംസാരിച്ചു. അതായത് ഭാരതത്തിലെ 7 നദികളും മാഘമാസത്തിൽ സാന്നിധ്യം ചെയ്യുന്ന ഭാരതത്തിൻ്റെ പേരിലുള്ള ഭാരതത്തിലെ ഏക നദിയാണ് ഭാരതപ്പുഴ. അവിടെ അത് ഉത്ഭവിക്കുന്നത് ത്രിമൂർത്തി ഹില്ലിൽ നിന്നാണ്. ജൂനാഘാടയെ സംബന്ധിച്ചിടത്തോളം അഘാടയുടെ ദേവത ഭഗവാൻ ഗുരു ദത്താത്രേയനാണ്. ദത്താത്രേയന്റെ ജന്മഭൂമിയാണ് ഈ ത്രിമൂർത്തി ഹിൽ.
അവിടെ അത്രി അനസൂയ മഹർഷിമാരുടെ തപോഭൂമിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ ഉത്ഭവസ്ഥാനം അനസൂയാദേവിയുടെ ദേവീഭാവം പൂർണ്ണമായിട്ട് നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഈ തിരുനാവായയിലെ ഒരു ഭാഗത്ത് നാവാമുകുന്ദ ക്ഷേത്രവും മറുവശത്ത് ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും, ഇത് മൂന്നും ചേർന്നിട്ടൊരു ട്രയാങ്കിളാണ്. മേരുവിൻ്റെ അതിൻ്റെ മധ്യഭാഗത്ത് ഭാരതപ്പുഴയുടെ നടുക്ക് ബിന്ദു രാജരാജേശ്വരി. അപ്പോൾ ആ സങ്കല്പത്തിൽ വലിയൊരു ശ്രീചക്രം രഥയാത്രയായി ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് പുറപ്പെട്ട് ഭാരതപ്പുഴയിൽ എത്തിച്ചേരും, ഭാരതപ്പുഴയുടെ തിരുനാവായയിൽ എത്തിച്ചേരും. അപ്പം അതിൻ്റെ ശ്രീചക്ര നവാവരണ പൂജ അതോടുകൂടിയിട്ടാണ് ഈ അർച്ചന മുഴുവൻ സമാപിക്കുന്നത്. പിന്നെ മകം നക്ഷത്രത്തിനകത്ത് എല്ലാ സന്യാസിമാരും എല്ലാവരും ചേർന്ന് യജ്ഞപൂജയും ഭണ്ഡാരയും സ്നാനവും ആ രീതിയിലാണ് കാര്യക്രമം ചുറ്റപ്പെടുന്നത്. 18 തൊട്ട് ഫെബ്രുവരി 3 വരെ, ജനുവരി 18 തൊട്ട് ഫെബ്രുവരി 3 വരെ. 14 മകരസംക്രാന്തി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങും. കാരണം അതൊരു പിതൃപ്രാധാന്യമുള്ള ഭൂമി കൂടി ആയതുകൊണ്ട് പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ജനുവരി 18-ന് കൊടിയേറ്റവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ ഈ കാശിയിലും ഗംഗ ഇവിടെ ഹരിദ്വാറിലൊക്കെ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം ആരതിയാണ്. നമുക്ക് ഈ എല്ലാ ദിവസങ്ങളിലും ഗംഗാരതി അല്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിളാരതി, അത് ഗംഗ തന്നെയാണ് അവിടെ ആ സമയത്ത് സാന്നിധ്യം ചെയ്യുന്നത്. നിളാരതി തന്നെയാണ്, അത് കാശിയിലെ പണ്ഡിറ്റുകൾ തന്നെയാണ് അവിടെ വന്ന് ചെയ്യുന്നത്. എല്ലാ ദിവസവും അവിടെ അതേ രീതിയിൽ. അസ്തമയ സമയത്താണോ അല്ല രാത്രി? അസ്തമയ അല്ല, ഇവിടെ നടക്കുന്ന അതേ സമയം തന്നെ, അസ്തമയ സമയത്ത് തന്നെ. നല്ല കാഴ്ചയായിരിക്കും. അതെ അതെ അതെ, എല്ലാവർക്കും ആ സമയത്ത് അതെ 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 അതെ. അതിനോട് ചേർന്ന് എന്തെങ്കിലും സാംസ്കാരിക പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പം സാംസ്കാരിക പരിപാടികളും അതായത് തിരുനാവായയുടെ മറ്റൊരു പ്രാധാന്യം നവയോഗികളാണ് പ്രതിഷ്ഠിച്ചത്. നവയോഗികളുടെ ഏറ്റവും മഹിമ നവയോഗി സംവാദമാണ്. അപ്പം ശാസ്ത്ര വിചാരങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും ധാർമ്മികവും സാമാജികവുമായിട്ടുള്ള സമ്മേളനങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഇതിനെ വിപുലീകരിക്കാൻ നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ ഈ പ്രാഥമികമായിട്ടുള്ള ഘട്ട ചർച്ചകളിലൊന്നും അത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ആലോചനകളോ അല്ലെങ്കിൽ അത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം കുംഭമേള അങ്ങ് കണ്ടിട്ടുണ്ടാവും, 3 ലക്ഷത്തോളം ആശ്രമങ്ങളാണ് അവിടെ പരിപാടികൾ നടത്തുന്നത്, എല്ലാ സ്ഥലത്തെ പരിപാടികളും. അതെ 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 അതെ. അപ്പൊ അതുപോലെ അത് ഏതെങ്കിലും ധാർമ്മിക സംഘടനകളോ ആശ്രമങ്ങളോ ഒക്കെ അത്തരം കാര്യങ്ങൾക്ക് തയ്യാറായി വന്നാൽ അതുകൂടി ഇതിന്റെ കൂടെ ചേർന്ന് വരും. ഈ വർഷം മുതൽ അങ്ങോട്ട് എല്ലാ വർഷവും കേരളത്തിലെ കുംഭമേള നടക്കുന്ന നിലയ്ക്ക് എന്തായാലും കുംഭമേള എല്ലാവരും കാത്തിരിക്കുന്നതാണ്. സ്വാമിജിയും അതുപോലെ തന്നെ ജൂനാഗാഡന്റെ ഒരു വലിയ വരവ് കേരളത്തിലെ ഇതോടുകൂടി ഒരു സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ കുംഭമേളയിൽ പങ്കെടുക്കാൻ.